ആര് വാങ്ങിച്ചെന്നാ? സച്ചിയങ്കിൾ. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതിൽ വിഷമിക്കേണ്ട കാര്യമില്ല. സന്തോഷിക്കല്ലേ വേണ്ടത്. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. കഴിഞ്ഞ 10 വർഷം നിന്റെ ഭാര്യയും മകളും കാണാമറയത്തായിരുന്നു. എന്നാ ഇപ്പൊ അവർ നിന്റെ കൺമുമ്പിലില്ലേ? ഇന്ന് നിനക്ക് നിന്റെ മോൾക്ക് സ്നേഹത്തോടെ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലടാ. പക്ഷേ എന്റെ മോൾക്കറിയില്ലല്ലോ ഞാനാ അവളുടെ അച്ഛനെന്ന്. ആ ഡ്രസ്സ് എന്റെ മോൾക്ക് കൊടുക്കുമ്പോ ഞാൻ നിന്റെ അച്ഛനാണ് മോളേന്ന് എനിക്കവളെ ചേർത്ത് പിടിച്ച് പറയാൻ പറ്റുമോ? അതല്ലേ എന്റെ ജീവിതത്തിലെ വലിയ നിർഭാഗ്യം. നീ പറഞ്ഞു ശരിയാ. അവരെ കാണാത്ത കാലത്ത് അവർക്ക് വേണ്ടി ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് അങ്ങനെയാണോ? സ്വന്തം ഭാര്യയും കുഞ്ഞിനെയും ഒളിച്ചു നിന്ന് കാണേണ്ടി വരുന്ന ഒരച്ഛന്റെയും ഭർത്താവിന്റെയും സങ്കടം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതിനേക്കാൾ വലിയ വേദന ഒരു പുരുഷന്റെ ജീവിതത്തിൽ വേറെ അനുഭവിക്കാനുണ്ടോ? എന്റെ മോളുടെ നാവിന്ന് അച്ഛന്നൊരു വിളി കേൾക്കാൻ ഞാൻ എത്രമാത്രം കൊതിക്കുന്നുണ്ടെന്ന് നിനക്കറിയാവോ? കുറച്ചുകൂടി ക്ഷമിക്കടാ, എല്ലാം നേരെയാവും. നേരെയാവും. അതെങ്ങനെയാണെന്ന് അറിയാമോ നിനക്ക്? ഞാൻ ആ വീട്ടിലേക്ക് കയറി ചെന്ന് എന്റെ ഭാര്യയും മകളെയും കൈപിടിച്ച് ഇറക്കിക്കൊണ്ടുവരണം. പക്ഷേ എനിക്കതിനും പറ്റുന്നില്ലല്ലോ. എന്തിനും അർച്ചനയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടാതെ പറ്റില്ലല്ലോ. അന്ന് ഞാൻ കടലിച്ചാടി ചാവാൻ നോക്കിയപ്പോ അവരെന്തിനാ എന്നെ രക്ഷിച്ചെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. അന്നങ്ങ് തീർന്നു പോയിരുന്നെങ്കിൽ ഈ വേദന ഇപ്പൊ അനുഭവിക്കേണ്ടി വരുമായിരുന്നില്ല. നീ എന്തൊക്കെയാ പറയുന്നത്? കൺമുമ്പിൽ ഒരുത്തൻ കടലിൽ ചാടി ചാകാൻ നോക്കുന്നത് കണ്ട ആരായാലും രക്ഷിക്കില്ലേ? ജീവൻ തിരിച്ചു വരുന്നവരെ കുറ്റം പറയുന്നത് എന്തിനാ? എടാ, കുറ്റം പറഞ്ഞതൊന്നുമല്ല, എന്റെ വേദന കൊണ്ട് പറഞ്ഞതാ. നിനക്കറിയാവോ, അന്നങ്ങ് ചത്തിരുന്നെങ്കില് മരണവേദന ഒരിക്കൽ മാത്രം അനുഭവിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഇതിപ്പോ ഓരോ ദിവസവും ഓരോ നിമിഷവും ഞാൻ മരിച്ചുകൊണ്ട് ജീവിക്കുന്നേ. സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. ഇതിപ്പോ എല്ലാ അതിരുകളും കടന്നു കഴിഞ്ഞു. എന്റെ മോളെ കണ്ടപ്പോ എന്റെ ചങ്ക് പൊട്ടിപ്പോയി. നിനക്കറിയോ? എടാ സച്ചി, കരയാതെ. എടാ, ആണുങ്ങൾ ഇങ്ങനെ കരയാൻ പാടുണ്ടോ? എല്ലാം കാണുകയും അറിയുകയും ചെയ്യുന്ന ദൈവം എല്ലാം ശരിയാക്കി തരും. എവിടെ ശരിയാവാൻ? മടുത്തു. ഈ ജീവിതം തന്നെ മടുത്തു. ദൈവത്തിനൊന്നും ഒരു മനസാക്ഷിയില്ലടാ. ഒരു മനസാക്ഷിയില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് ഈ ചതി ചെയ്യുമായിരുന്നു. നമ്മള് ദൈവത്തെ പ്രാർത്ഥിക്കുന്നൊക്കെ വെറുതെയാ. വെറുതെ. ടൈം ടേബിൾ നോക്കി വെക്കാണോ? ഇങ്ങതാ അമ്മ വെച്ചരാം. ഇതെന്താ മോളെ? ഇത് ആരുടെ ഡ്രസ്സാ? ഇത് എന്റേതാ. മോളുടെയോ? ആ. കൂട്ടുകാരെങ്കിലും തന്നതാണോ?
ആരുടെയും കയ്യിൽ നിന്ന് ഇങ്ങനെ ഗിഫ്റ്റ് ഒന്നും വാങ്ങിക്കരുതെന്ന് അമ്മ പറഞ്ഞിട്ടില്ലേ മോളെ? പിന്നെ എന്തിനാ നീ ഇത് വാങ്ങിയേ? ഇതെനിക്ക് സച്ചിയങ്ങൾ വാങ്ങി തന്നതാ. ആര് വാങ്ങിച്ചു തന്നാ? സച്ചിയങ്ങൾ. സോറി അമ്മേ. സച്ചിയങ്ങൾ നമുക്ക് പരിചയമുള്ള ആളല്ലേ, എന്റെ ഈ ഫ്രണ്ടിന്റെ അച്ഛനല്ലേ, അതുകൊണ്ടാ ഈ ഗിഫ്റ്റ് എന്നപ്പോ ഞാൻ വാങ്ങിയത്. ഞാൻ ചെയ്തത് തെറ്റാണോ അമ്മേ? ഇല്ല മോളെ, ഇതില് തെറ്റൊന്നുമില്ല. മോളിത് ആരോടും പറയാതിരുന്നാ മതി കേട്ടോ. അച്ഛനും സച്ചിയങ്ങളും കൂടെ വഴക്കുണ്ടാക്കിയതുകൊണ്ടാണോ? അതെ. മോള് ചെന്ന് കിടന്നു. ബുക്സ് ഒക്കെ അമ്മ എടുത്ത് വെച്ചോളാം. ചെല്ല. ഏട്ടാ, അത്തോടെടുത്ത് വെച്ചിട്ടുണ്ട്, വേഗം വാ. ഇതെന്ത് പറ്റി, നേരത്തെ കിടന്നോ? ഏട്ടാ, ആഹാരം കഴിക്കുന്നില്ലേ? വേണ്ട, എനിക്ക് വിശപ്പില്ല. ഇതെന്താ മൂടി പുറച്ചു കിടക്കുന്നേ? പനി വല്ലതുണ്ടോ? നോക്കട്ടെ. ഇത് നല്ല ചൂടുണ്ടല്ലോ ഏട്ടാ. അമ്മേ, അമ്മേ, ഇങ്ങോട്ടൊന്ന് വന്നേ. നീ എന്തിനാ എല്ലാരും വിളിച്ചിങ്ങനെ ബഹളം ഉണ്ടാക്കുന്നേ? ഒരു ചെറിയ പനി മാത്രമേ ഉള്ളൂ, അതങ്ങോട്ട് മാറിക്കോളും. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. ഇത് ചെറിയ പനിയുടെ ചൂടൊന്നുമല്ല, നെറ്റി പൊള്ളുന്നുണ്ട്. എന്താ മോളെ, എന്താ വെച്ചു? അമ്മേ, ഈ എണ്ണ നല്ല പനിയാ, നോക്കേ. പനിയോ? അയ്യോ, നല്ല ചൂടുണ്ടല്ലോ. വാ, എഴുന്നേറ്റ് ആശുപത്രി പോ. അമ്മേ, അതൊന്നും വേണ്ട. രാവിലെ ആകുമ്പോ ഇതൊക്കെ അങ്ങ് മാറിക്കോളും. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. ഇപ്പോഴത്തെ പനിയൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഹോസ്പിറ്റലിൽ പോ. നീ ഒന്ന് എഴുന്നേറ്റ മോനെ. അമ്മേ, നിങ്ങൾ ഇങ്ങനെ ബഹളം വെക്കേണ്ട കാര്യമൊന്നുമില്ല. നിനക്ക് വേണ്ടി കരയാനും ബഹളം വെക്കാനുമേ ഞങ്ങളല്ലാതെ വേറെ ആരാ ഉള്ളത്?